ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിജയ് കിച്ചൺ ആർട്ട്. ഇന്ന് നിങ്ങൾക്ക് മരുഭൂമിയിലെ മറ്റൊരു മനോഹരമായ കാഴ്ച ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ അൽ ഹസയിലെ അൽ അസ്ഫർ ലേക്ക് കാണാനാണ് പോകുന്നത്. അസ്ഫർ എന്ന് പറയുമ്പോൾ യെല്ലോ ലേക്ക് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് മരുഭൂമി, ഇപ്പോൾ നമ്മൾ ഹൈവേയിലൂടെയാണ് പോകുന്നത്. ചുറ്റും മരുഭൂമിയാണെങ്കിലും പക്ഷേ നമ്മൾ ആ സ്ഥലത്തെത്തിക്കഴിഞ്ഞാൽ മരുഭൂമിക്ക് ഉള്ളിലൂടെ 8 കിലോമീറ്റർ നമ്മൾ വണ്ടി ഓടിച്ച് പോകണം. റോഡൊന്നുമില്ല. 4x4 വെഹിക്കിൾസ് മാത്രമേ അതിനകത്തോട്ട് പോകാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ മണലിൽ പൊതഞ്ഞു പോകും. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. മരുഭൂമിക്ക് നടുവിലാണ് ഈ ലേക്ക് സ്ഥിതി ചെയ്യുന്നതെങ്കിലും ചെറുതൊന്നുമല്ല കേട്ടോ. ഇതിൻ്റെ വലിപ്പം 20.8 സ്ക്വയർ കിലോമീറ്റർ ഉണ്ട്. പിന്നെ പോകുന്ന വഴിക്ക് സാൻഡ് ഡ്യൂൺസ് അല്ലാതെ കാണാനായിട്ട് മറ്റ് കാഴ്ചകളൊന്നുമില്ല. ഏതാണ്ട് 2 മണിക്കൂറോളം ട്രാവൽ ചെയ്യണം. ഇത് കണ്ടോ, ചില സ്ഥലങ്ങളിലൊക്കെ സാൻഡ് ഡ്യൂൺസിൻ്റെ പുറത്ത് പുല്ല് കിളിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മുടെ സമ്മർ ഇവിടെ തീരാൻ പോവുകയാണ്. അപ്പോൾ ഇനി കുറച്ചുകൂടെ വിൻ്റർ ആകുമ്പോഴത്തേക്കും കുറേ കൂടെ നമുക്ക് പുല്ലുകൾ കാണാൻ പറ്റും. ഇത് സൗദി അറേബ്യൻ ഡെസേർട്ടിലെ വലിപ്പം കൂടിയ ഒയാസിസുകളിൽ ഒന്ന് ആണ്. ഇത് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സെൻറ്ററിൽ പെടുന്നതാണ്. അവരുടെ ഒരു ഹിസ്റ്റോറിക് ലാൻഡ് മാർക്കാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ശരിക്കും ഈ ഓഫ് സീസണിലാണ്. സീസൺ ആകുമ്പോഴത്തേക്കും, അതായത് നമ്മുടെ വിൻ്റർ ആകുമ്പോഴത്തേക്കും ഒത്തിരി മൈഗ്രേറ്ററി ബേർഡ്സ് വരും. ഈ മൈഗ്രേറ്ററി ബേർഡ്സ് വരുന്നത് റഷ്യ, കാനഡ, ഇന്ത്യ, ഇറാൻ, ഇങ്ങനെ ഫാർ അവേ ഉള്ള രാജ്യങ്ങളിൽ നിന്നാണ് ഇവിടെ വരുന്നത്. ഞങ്ങൾ ലേക്കിൻ്റെ ഏതാണ്ട് പരിസരത്ത് എത്തിയിട്ടുണ്ട്. കുറച്ച് പുല്ലിൻ്റെ വളർച്ച കുറച്ച് കൂടുതലാണ്. ചിലപ്പം തൊട്ടടുത്ത് ലേക്കിൻ്റെ വെള്ളം ഉള്ളത് കൊണ്ടാണോന്ന് അറിയത്തില്ല. അങ്ങ് അകലെ കാണുന്ന ആ സാൻഡ് ഡ്യൂണിൻ്റെ അപ്പുറത്താണ് ലേക്ക്. പക്ഷേ അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി മരുഭൂമിയിലോട്ട് ഇറങ്ങണം. ഇതുവരെ ഞങ്ങൾ റോഡിലാണ്, വണ്ടി ഇപ്പം നിർത്തിയിരിക്കുന്നത് റോഡിലാണ്. ഇനി ഇവിടെ നിന്ന് 8 കിലോമീറ്റർ ഉള്ളിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാം. റോഡിൽ നിന്നും മരുഭൂമിയിലേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് കൺസ്ട്രക്ഷൻ നടക്കുവാണ്. കിലോമീറ്ററുകളോളം കൺസ്ട്രക്ഷനാണ്. അപ്പോൾ അതിനകത്തോട്ട് തിരിയാനൊരു വഴി കാണുന്നില്ല. എന്തെങ്കിലും ഒരു വഴി ഉണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് കയറും. എനിക്ക് തോന്നുന്നു പലരും വന്നിട്ട് തിരിച്ചു പോയിട്ടുണ്ടാവാം. പക്ഷേ ഞങ്ങൾ ഒരു ഭാഗത്തൊരു വഴി കണ്ടു. അപ്പോൾ അതുവഴി അങ്ങോട്ട് കയറുവാണ്. റോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഞങ്ങളിതാ മരുഭൂമിയിലേക്ക് കയറുകയാണ്. അപ്പോൾ പല ഭാഗത്തും വെറും 10 കിലോമീറ്റർ താഴെ മാത്രമേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഈ ലേക്കിനടുത്തെത്താൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു ശ്രമകരമായ കാര്യമാണ്. കാരണം നെറ്റില്ല, നമുക്കങ്ങനെ ലൊക്കേഷൻ നോക്കി പോകാൻ പറ്റത്തില്ല. അപ്പം ഞങ്ങൾ ലൊക്കേഷനൊക്കെ ഡൗൺലോഡ് ചെയ്തു. അപ്പോൾ അതിനകത്ത് വളരെ അടുപ്പിച്ച് ഞങ്ങൾ ലാൻഡ് മാർക്ക് ചെയ്താണ് പോകുന്നത്. അപ്പം പലരും വഴിതെറ്റി തിരിച്ചു പോകാറുണ്ട്. അതും ഒത്തിരി സമയം മരുഭൂമിയിൽ ചുറ്റിക്കറങ്ങി തിരിഞ്ഞ ശേഷം ലേക്കിനടുത്ത് എത്താൻ പറ്റാണ്ട് തിരിഞ്ഞു വന്നിട്ടുണ്ട്. പക്ഷെ എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. ഇതേണ്ട സൈഡിൽ നമുക്ക് ഒരു കനാല് കാണാം, വെള്ളം. പക്ഷെ ഇതൊന്നും നല്ല ഫ്രഷ് വാട്ടർ അല്ല കേട്ടോ. ഇത് അഗ്രികൾച്ചറിൻ്റെ വേസ്റ്റ് വാട്ടർ വരുന്നതാണ്. ഈ അഗ്രികൾച്ചർ ഡ്രെയിനേജ് വാട്ടർ ആകുമ്പോൾ എനിക്ക് തോന്നുന്നു ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും ഒക്കെ മിക്സ് ചെയ്ത് വരുന്ന ഉപയോഗിക്കാൻ പറ്റാത്ത വെള്ളമായിരിക്കും. ഇത് കണ്ടോ, നാട്ടിലെ കൂട്ടൊരു ചെറിയ പാലമുണ്ട് കേട്ടോ, തടി കൊണ്ടുള്ള. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് ഈ പച്ചപ്പൊക്കെ കാണുന്ന കാരണം ഒയാസിസ് അല്ലേ, അപ്പോൾ അതുകൊണ്ട് ഒരു നാട്ടിലെ ഒരു പ്രതീതിയൊക്കെ ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ വളരെ പതിയെ ഞങ്ങളുടെ ലൊക്കേഷനിൽ മാർക്ക് ചെയ്തിട്ടുള്ള ആ ലാൻഡ് മാർക്ക് ഉപയോഗിച്ച് പോവുകയാണ്. ശരിക്കും വളരെ വലിയൊരു ഒയാസിസ് തന്നെയാണ് കേട്ടോ. നമ്മൾ പോയിട്ടും എത്തുന്നില്ല. ഞങ്ങളങ്ങനെ ലേക്കിൻ്റെ അടുത്തെത്തി. വഴിയൊന്നും തെറ്റിയില്ല. ഡൗൺലോഡ് ചെയ്ത ലൊക്കേഷനിൽ ഇതൊക്കെ ഞങ്ങൾ ലാൻഡ് മാർക്ക് ഇട്ട് വെച്ചിരുന്നതാണ്. കാരണം അത് നോക്കി വന്നതാണ്. അപ്പം ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഇവിടെ എത്താൻ പറ്റി. പക്ഷേ വെള്ളമൊക്കെ വളരെ മോശം വെള്ളമാണ്. കാരണം അറിയാമല്ലോ, ഏതൊരു വാട്ടർ പ്യൂരിഫൈയിങ് പ്ലാന്റിൻ്റെ വേസ്റ്റ് വാട്ടറും വരുന്നുണ്ട്, ഈ അഗ്രികൾച്ചർ ഡ്രെയിനേജും വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഉപയോഗിക്കാൻ പറ്റാത്ത വെള്ളമാണ്. അതുകൊണ്ട് ഞങ്ങൾ കാലൊന്നും നനയ്ക്കുകയോ ഒന്നും ചെയ്തില്ല. പക്ഷേ ഇതിൻ്റെ ഏരിയ വളരെ വലുതാണ് കേട്ടോ. ഒത്തിരി മീൻ ചുറ്റും ചത്ത് കിടപ്പുണ്ട്. ചിലപ്പം വെള്ളത്തിൻ്റെ പ്രശ്നമായിരിക്കാം. അതിൻ്റെ പേര് പോലെ തന്നെ വെള്ളത്തിനൊരു ചെറിയ യെല്ലോയിഷ് കളറുണ്ട് കേട്ടോ. പക്ഷേ ഏരിയ ഒത്തിരി ഉണ്ട്. 20.8 സ്ക്വയർ കിലോമീറ്ററാണ്. പിന്നെ പല തരത്തിലുള്ള വെറൈറ്റീസ് ആയിട്ടുള്ള പ്ലാന്റ്സും ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ചിലതിനെയൊക്കെ കാണാനായിട്ട്.
ഈ മരുഭൂമിയിൽ മറ്റ് സ്ഥലങ്ങളിൽ കാണാത്ത ചിലയിനം ചെടികൾ ഇവിടെയുണ്ട്. ചിലതിനൊക്കെ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് നമ്മൾ മരുഭൂമിയിൽ മറ്റ് സ്ഥലങ്ങളിൽ കണ്ടിട്ടില്ല. അങ്ങനെ മരുഭൂമിയിലെ മരുപ്പച്ചയിലുള്ള മഞ്ഞത്തടാകം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ബൈ.